പാഠം 895 ഒരു മീൻകറിയുടെ കഥ. ജീവിത ചിലവ് ഏറുന്നു, സാധാരണക്കാർ പൊറുതിമുട്ടുന്നു. കേരളത്തിലെ ജീവിത ചിലവുകൾ ദിനം പ്രതി കൂടി വരുന്നതായും സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാകുന്നതായും പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. വിവിധ തലങ്ങളിൽ ആഡംബര ഭ്രമം കൂടി വരുന്നതാണ് കേരളത്തിലെ പൊതു സാമ്പത്തിക നിലയെ തകരാറിലാക്കുന്നത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കണ്ടോ അമ്മേ, ഞാനൊരു കാര്യം പറയുമ്പോ നീ അത് വകവെച്ചു തരില്ലേ? പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്നാണ് ഈ പത്രവാർത്ത കാണിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. മലയാളിയുടെ ആഡംബര ഭ്രമം കൂടുന്നത് കൊണ്ടാണ് ദൈനംദിന ജീവിതം പോലും വഴിമുട്ടുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് ആഡംബരങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുമ്പോ നീ പറയും എനിക്ക് മുടിഞ്ഞ പിശുക്കാണ്. മോഹനേട്ടൻ ഒഴിവാക്കുന്നത് ആഡംബരം അല്ലല്ലോ മോഹനേട്ടാ. ചെലവുകൾ പൂർണ്ണമായിട്ടും എങ്ങനെ ഒഴിവാക്കാം എന്നല്ലേ ആലോചിക്കാറ്. ഒരു ബെൻസ് കാർ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡംബരമാണെന്ന് നമുക്ക് ഓർക്കാം. പക്ഷെ മോഹനേട്ടൻ രാവിലെ ആഫീസിൽ പോകാനായി ഒരു ബൈക്ക് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡംബരമാവോ മോഹനേട്ടാ? അത് ആവശ്യമല്ലേ? ഒരിക്കലുമല്ല. നടന്നു പോകാനുള്ള ആരോഗ്യമുള്ളപ്പോൾ അത് ചെയ്യാതെ ബൈക്കിൽ കയറി പോകുന്നത് ആഡംബരം തന്നെയാണ്. മോഹനേട്ടൻ ബൈക്ക് വാങ്ങണ്ട, ഇങ്ങനെ നടന്നു തന്നെ ആഫീസിൽ പോയാൽ മതി. കുറച്ചു കാലം കഴിയുമ്പോ മോഹനേട്ടൻ പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി തഹസിൽദാരാവും, പിന്നെ തഹസിൽദാരാവും. തഹസിൽദാർക്ക് സർക്കാർ വണ്ടിയുണ്ട്. ഈ ആഡംബരം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അത് നമുക്ക് വേണ്ടെന്ന് വെക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? തഹസിൽദാരുടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഒരു കാറ് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ കാർ ഉപയോഗിക്കും. ഓ, ഇപ്പോ എന്തായാലും ഞാൻ നടന്നു പോകുന്നതേ ഉള്ളൂ. ഓ, ബൈക്ക് വാങ്ങുന്നില്ലെങ്കിൽ വാങ്ങണ്ട. രാവിലെ ആഫീസിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒരു ചായ പോലും മോഹനേട്ടൻ കുടിക്കാറില്ലല്ലോ. ഒരു ചായ കുടിച്ചാലും ആഡംബരമാവൂ? അനാവശ്യമായി ചായ കുടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നീ പക്ഷെ അങ്ങനല്ലല്ലോ. ഒരു പുതിയ കേസ് കിട്ടിയാൽ അതിന്റെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞ് നീ വിദ്യാലക്ഷ്മിയും ബാക്കി കൂട്ടുകാരെയൊക്കെ കൂട്ടി അടുത്തുള്ള ഹോട്ടലിൽ കയറി വയറ് നേരെ തട്ടിവിടും. അതിനെയാണ് നമ്മൾ ആഡംബരം ആഡംബരം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നത് ആഡംബരമാ? എല്ലാ ഭക്ഷണമല്ല. നമ്മുടെ നാട്ടിലെ വലിയ വലിയ ഹോട്ടലിൽ കിട്ടുന്ന വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആഡംബരമാണ്. ഓരോ പുതിയ പേരും വിട്ട് ഹോട്ടലുകാർ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും. അതൊക്കെ വാങ്ങി കഴിക്കുന്നത് അന്തസ്സിന്റെ ലക്ഷണമാണെന്ന് നിന്നെപ്പോലുള്ളവർ കരുതും. അത് വളരെ തെറ്റാണ്. മോഹനേട്ടന്റെ കണക്കിന് ആഡംബരമല്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞിയും പയറും, അല്ലെങ്കിൽ കപ്പയും മുളക് ചമ്മന്തിയും. അങ്ങനെയല്ലാത്ത എല്ലാ ഭക്ഷണവും ആഡംബരമായിട്ടില്ലേ മോഹനേട്ടൻ കരുതുള്ളൂ? മോനേട്ടാ, അത് മോഹനേട്ടന്റെ കുഴപ്പമല്ല. നല്ലതൊന്നും കഴിച്ച മോഹനേട്ടൻ ശീലമില്ല, അതുകൊണ്ടാ. നീ ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താ? ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും നല്ലതല്ല എന്നതാണോ? നീ കഴിക്കുന്നത് പോലത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണോ? എന്തർത്ഥം വേണമെങ്കിലും മോഹനേട്ടൻ എടുക്കാം. പക്ഷെ ഒരു കാര്യം മോഹനേട്ടൻ മനസ്സിലാക്കണം. ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും പണം സമ്പാദിക്കുന്നതും എല്ലാം വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടിയാണ്. വായ്ക്ക് രുചിയായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക എന്നും കൂടിയാണ്. അല്ലാതെ നമ്മളൊക്കെ ജനിച്ച കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത് മാത്രമാണ് നല്ല ഭക്ഷണം എന്ന് വാശി പിടിക്കരുത്. പക്ഷേ നിന്നെ പോലുള്ളവർ ഇങ്ങനെ കാണുന്നിടത്ത് നിന്ന് കിട്ടുന്നതൊക്കെ അന്തസ്സിന്റെ പേര് പറഞ്ഞ് വെട്ടി വിഴുങ്ങുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ രോഗികളായി മാറിയത്. മനുഷ്യ ശരീരത്തിന് ഒരു തരത്തിലും പറ്റാത്ത സാധനങ്ങൾ ചേർത്ത് ഓരോരുത്തരും ഭക്ഷണം ഉണ്ടാക്കുന്നു. അതിന് വലിയ രുചിയൊക്കെ ആയിരിക്കും. പക്ഷേ ആ രുചിയുടെ പേരിൽ ഇതൊക്കെ വാങ്ങി കഴിക്കുന്നവർ ക്യാൻസർ വരുമ്പോഴും മിണ്ടാതിരുന്നോളാം. മോഹനേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ വല്ലപ്പോഴും അങ്ങനെ ഭക്ഷണത്തിൽ ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ പിന്നെ അത് എന്ത് ജീവിതമെന്ന്. മോഹനേട്ടനും അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാശ് ചെലവാകുമല്ലോ എന്നുള്ള ഒറ്റ പേടിയിൽ ഒന്നും ചെയ്യാതിരിക്കും. എനിക്കറിഞ്ഞൂടെ എന്റെ മോഹനേട്ടനെ. ഇപ്പൊ കുടിച്ച ഈ ചായയിൽ പഞ്ചസാരയും ചായപ്പൊടി ഒരു അല്പം കൂടിപ്പോയില്ലേ എന്നല്ലേ മോഹനേട്ടൻ ആലോചിക്കുന്നത്?
അതുകൊണ്ട് ചായയുടെ രുചി കുറഞ്ഞു പോയി എന്നുള്ളതല്ല മോഹനേട്ടന്റെ പ്രശ്നം. ഇത് കുടിക്കുമ്പോഴും മോഹനേട്ടന്റെ ഈ തലച്ചോറി കൂടെ കടന്നു പോകുന്നത് പഞ്ചസാരയുടെയും തേയിലപ്പൊടിയുടെയും വിലയാണ്. ഇങ്ങനെ പിശുക്കി അതെ, ഇങ്ങനെ പിശുക്കി കാശ് സമ്പാദിച്ചിട്ട് എന്തിനാണ്? മരിക്കും ഇത് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. കയ്യിലുള്ള കാശ് കൊണ്ട് ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കാൻ കിടക്കുമ്പോഴേ നഷ്ടബോധം ഉണ്ടാവൂല. നിന്റെ ഇത്തരം ഉപദേശങ്ങൾ എന്റെ അടുത്ത് വേണ്ട. അത് നിന്റെ വക്കീൽ ഓഫീസിൽ പോയിട്ട് വിദ്യാലക്ഷ്മി എടുത്തോ സത്യവാലൻ എടുത്തൊക്കെ പറഞ്ഞാൽ മതി. ഭക്ഷണത്തിന്റെ കാര്യമാകുമ്പോ സത്യവാലൻ നിന്റെ പക്ഷത്തെ നിൽക്കൂ. അയാള് ജനിച്ചത് തന്നെ ഭക്ഷണം കഴിക്കാനാ. പണ്ടൊരു ദിവസം ഇവിടെ വന്ന് ഉച്ചയൂണ് കഴിച്ചത് ഞാൻ മറന്നിട്ടില്ല. എന്റെ ദൈവമേ, കഴിഞ്ഞ ജന്മത്തിൽ അയാള് കുംഭകർണനോ ബഗനോ ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, അതെ, കെ മോഹനേഷ് സാറാണ്. ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. ഇന്ന് 3-ാം തീയതി ആണല്ലോ. മറക്കാനോ? അതെന്താ അങ്ങനെ പറയുന്നേ? എന്നോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ മരിക്കുന്നത് വരെ ഞാനത് ഓർത്തു വയ്ക്കും. എത്ര മണിക്കാ എത്തുന്നത്? അതെയോ, അത് വളരെ നന്നായി. ഞാൻ 9:38 ആഫീസിലേക്ക് പുറപ്പെടും. അതിനുമുമ്പേ വരുന്നത് തന്നെയാണ് എനിക്കും സൗകര്യം. അതെ, അവിടെ നേറിയാൽ 30 മിനിറ്റ് മതി. ഓട്ടോ വിളിക്കുന്നില്ല, ധാരാളം ബസ്സുണ്ടല്ലോ. നമ്മൾ വെറുതെ പൈസ കളയുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. ശരി. ആർക്കായിരുന്നു മോഹനേട്ട ചെലവ് ചുരുക്കലുള്ള ഉപദേശം? എന്തായാലും നിനക്കല്ല. എന്നെ ഉപദേശിച്ച് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇതങ്ങനെ സ്ഥിരമായി ഉപദേശിക്കാറുള്ള ഒരാളാണെന്ന് തോന്നിയില്ല. അല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ലോക വിവരമുള്ളവർ അതില്ലാത്തവരെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്താൻ നോക്കുന്നത് ഒരു ലോക നിയമമാണ്. ഉപദേശിക്കുന്നവർക്ക് ഒരൊറ്റ ലക്ഷ്യമുണ്ടാവും, മറ്റുള്ളവർ നന്നാകണമേ എന്ന്. പക്ഷേ ഉപദേശം കേൾക്കുന്ന ചില വിഡ്ഢികൾക്ക് ചിലപ്പോ അത് മനസ്സിലായെന്ന് വരില്ല. നിന്നെ പോലെ ചിലപ്പോ തിരിച്ചറിയാനും വരും. ഞാനൊരു വിഡ്ഢിയാണ്, സമ്മതിച്ചു. ഇപ്പൊ ഫോൺ വിളിച്ച ആ വിഡ്ഢി ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. പറയാൻ എനിക്ക് മനസ്സില്ല. വേണ്ട, വിളിച്ച മകാൻ ആരായാലും 6 മണിക്കൂറിൽ ഇങ്ങോട്ട് വരുമല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ മോഹനേട്ടൻ പറഞ്ഞതുപോലെ ബസ് കയറാനൊന്നും അയാൾ നിൽക്കില്ല. കിട്ടുന്ന ഓട്ടോ വിളിച്ച് അയാൾ ഇങ്ങ് പോരും. അറിയാം. എന്റെ മോഹനേട്ടൻ ഒരുപാട് ലോകവിവരമുണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ പ്രായോഗിക ബുദ്ധിയുണ്ട്. എപ്പോഴും നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള മോഹനേട്ടന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ഒരേ ഒരാളെയെ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടുള്ളൂ. അത് സാക്ഷാൽ കെ മോഹനകൃഷ്ണ സാർ തന്നെയാണ്. ബാക്കിയുള്ളവർ അപ്പോഴപ്പോഴത്തെ സൗകര്യം അനുസരിച്ച് ഓട്ടോയോ കാറോ ഒക്കെ കയറിപ്പോ. ഇത്ര പെട്ടെന്ന് വന്നു. അപ്പൊ ഓട്ടോയിലുമല്ല, പ്ലെയിനിലായിരിക്കും വന്നിട്ടുണ്ടാവുക. നിലവാരം കുറച്ച് തമാശകൾ പറയാതെ പോയി അതാണ് നോക്ക്. എനിക്ക് ഷർട്ട് കൊണ്ട് മാറാൻ നേരമായി. നമസ്കാരം. നമസ്കാരം. എന്താ ശശി രാവിലെ ഇത് കൊണ്ടുവന്നതാ. ഇതെന്താ? ഇത് കുറച്ച് നെയ്മീൻ. നെയ്മീനോ? എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുവരാൻ. ഇത് സാറ് പറഞ്ഞിട്ടാ. മോഹനേട്ടൻ ഇന്നലെ ഓഫീസ് വിട്ട് വരണ വഴി സാറ് കടയിൽ കയറി. ഇന്ന് രാവിലെ 1 കിലോ നെയ്മീൻ കൊണ്ടുവരാൻ പറഞ്ഞു. 1 കിലോയോ? മോഹനേട്ടൻ കാര്യം തന്നെയാണോ ചേച്ചി പറയണേ? അതെന്ത് ചോദ്യ വക്കീലേ? സാറ് പറഞ്ഞോണ്ടല്ലേ ഞാൻ കൊണ്ടുവന്നേ. സംശയം ഉണ്ടേ വക്കീല് സാറിനെ വിളിക്കും. സംശയമൊന്നുമില്ല, ഇങ്ങ് വന്നേക്കൂ. അപ്പൊ ഞാൻ വരട്ടെ വക്കീലേ. എന്താ അപ്പൊ ഇങ്ങനൊരു ഇടപാട്? ഭാമേ, നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. അടുത്ത ആഴ്ച ശിവദാസൻ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തോ ആവശ്യത്തിന് ടൗണിൽ വരുന്നതാ. ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ടേ പോകൂ. എന്തുപറ്റി? നിന്റെ മുഖം വല്ലായിരിക്കുന്നു. മോഹനേട്ടന്റെ വല്യച്ഛന്റെ മോനൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ആ മനുഷ്യനെ കണ്ടുട മോനേട്ടാ. യാതൊരു വകതിരിവില്ലാത്തൊരു മനുഷ്യൻ. എങ്ങനെയാ പെരുമാറേണ്ടത്, എന്താ പറയേണ്ടത് ഒന്നും അറിഞ്ഞൂടാ. നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് രുചി പോരാ എന്ന് ഒരിക്കൽ പറഞ്ഞതിന്റെ ദേഷ്യമാണല്ലോ ഇത്. ഭക്ഷണം കൊള്ളില്ല എന്ന് പറഞ്ഞവരോട് വിരോധം കാണിക്കുകയല്ല വേണ്ടത്. അടുത്തൊരു അവസരത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോ നിനക്കൊരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്.
ഇത്തവണ വരുമ്പോ ശിവദാസൻ ചേട്ടന് വായിക്ക് രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണം. ഓഗസ്റ്റ് 3. അപ്പൊ ശിവദാസൻ ചേട്ടനാണല്ലേ കുറച്ചു മുന്നേ ഫോൺ ചെയ്തത്. അതുകൊണ്ടാണല്ലേ അത്രയ്ക്ക് മര്യാദക്കുള്ള സംസാരം. ഇത്രയോട്ടത്ത് റെഡിയായോ? അരമണിക്കൂർ കഴിയുമ്പോ ആരും വരുമെന്ന് ഫോണിൽ പറഞ്ഞില്ലായിരുന്നോ? വരാനുള്ള ആള് വന്നിട്ടല്ലേ ഓഫീസിൽ പോകുള്ളൂ. വരാനുള്ളയാൾ താമസിച്ചാലും എനിക്ക് ഓഫീസിൽ പോകാതെ പറ്റില്ല. ഞാൻ കൃത്യം 9:38 ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കും. അപ്പൊ ആള് വരുമ്പോഴോ? അതൊന്നും കുഴപ്പമില്ല. വരുന്നയാൾ ഇന്നൊരു ദിവസം മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവും. നാളെ രാവിലെ തിരികെ പോകും. ഇന്ന് രാവിലെ കാണാൻ പറ്റിയില്ലെങ്കിലും വൈകിട്ട് തിരികെ വരുമ്പോ കാണാമല്ലോ. അപ്പൊ എനിക്ക് കോടതി പോട്ടെ? നീ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. നീ എന്നും പോകുന്ന സമയത്ത് തന്നെ പൊയ്ക്കുള്ളൂ. ഇന്ന് ഇവിടെ വരുന്നയാൾ ആരാണ് എന്നറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് വരുന്നത് മോഹനേട്ടന്റെ ഏതോ ബന്ധുവാണെന്ന്. അത്രയൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനക്ക് ഉണ്ട്. സന്തോഷം. കൊടുക്കാനാണോ ഇത്? ഇതെന്താ? ശശി കൊണ്ടെന്നാണ് നെയ്മീൻ. ശശി എത്തിയായിരുന്നു? എന്താ അവൻ വൈകുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. 1 കിലോ നെയ്മീന് എത്രയാ മോഹനേട്ട വില? വില ഞാൻ ചോദിച്ചില്ല. അല്ലെങ്കിൽ തന്നെ മീൻ ഇന്നലത്തെ വിലയല്ലല്ലോ ഇന്നുള്ളത്. വില പോലും ചോദിക്കാതെ വാങ്ങി കറി വെച്ച് കൊടുക്കാൻ മാത്രം പ്രധാനപ്പെട്ട ആളാണ് അപ്പൊ വരുന്നത്. വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വീട്ടുകാരുടെ മര്യാദയാണ്. അപ്പൊ അത്തരം മര്യാദകളൊക്കെ മോഹനേട്ടൻ അറിയാല്ലേ? ആ മര്യാദകൾ കാണിക്കാനായിട്ട് കാശ് ചെലവാക്കുകയും മോഹനേട്ടൻ ചെയ്യും. കാശ് ചെലവാക്കേണ്ടി വരുമ്പോ കാശ് ചെലവാക്കാതെ പറ്റുമോ ഭാമേ? പക്ഷെ കാശ് ചെലവാക്കേണ്ടി വരുന്നത് എപ്പോഴാണ് എന്ന് മോഹനേട്ടൻ തന്നെ തീരുമാനിക്കുമെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടത്? അല്ല, കുറച്ചു മുന്നേ മോഹനേട്ടൻ നടത്തിയ ആ പ്രസംഗങ്ങളുടെ കാര്യം ഞാനൊന്ന് ഓർത്തു പോയതാണേ. അനാവശ്യമായി നീ പണം ദൂർത്തടിക്കരുത്. നമുക്ക് ആവശ്യമുള്ള ചെലവ് കുറഞ്ഞ ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരെയും കൂട്ടി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച കാശ് മുഴുവൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയല്ലേ സാറ് കുറച്ചു മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ മോഹനേട്ടൻ വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ കാശ് ചെലവാക്കുന്നതിൽ ഒരു പിശുക്കുമില്ല. ആഹാ, എന്റെ ഏതെങ്കിലും ബന്ധുവായിരുന്നു വരുന്നെങ്കിൽ മത്തിയ നത്തോലിയെ വാങ്ങിച്ചു കൊടുത്തേനെ. ഇപ്പതാ നെയ്മീൻ. ഇങ്ങനെ എന്റെ ബന്ധു നിന്റെ ബന്ധു എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നീയും ഞാനും ഭാര്യയും ഭർത്താവുമാണ്. അപ്പൊ എന്റെ ബന്ധുക്കൾ നിന്റെ ബന്ധുക്കളോടല്ലേ? പക്ഷെ തിരിച്ചങ്ങനെയല്ലല്ലോ കാര്യങ്ങള്. എന്റെ ബന്ധുക്കളെ മോഹനേട്ടൻ ബന്ധുക്കളായിട്ട് മോഹനേട്ടൻ കണക്കൂട്ടാറേ ഇല്ല. എന്താ മറുപടി ഒന്നും പറയാനില്ലേ? കേശവനമാവൻ വരൂന്ന് പറഞ്ഞ ദിവസം മോഹനേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ടൊന്ന് പറയിക്കണായിരിക്കും. എന്റെ ബന്ധുക്കളോടുള്ള മോഹനേട്ടൻ മനോഭാവം ഞാൻ അന്ന് കണ്ടതാണ്. നീ വെറുതെ വർത്താനം പറഞ്ഞ സമയങ്ങളെ അതുകൊണ്ട് കറി വെക്കാൻ നോക്ക്. നിനക്ക് 10 മണി കോടതി പോണ്ടേ? ഉച്ചയൂണും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം കോടതി പോകാനുള്ളത്. ഇന്ന് ശിവദാസ് ചേട്ടൻ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി കൂട്ടി തന്നെ ഊണ് കഴിക്കും. മോഹനേട്ടന് വേണ്ടപ്പെട്ട ആളുകൾ വരുമ്പോ ഞാൻ നല്ല ഒന്നാന്തര കറി വെച്ച് കൊടുക്കാതിരിക്കുമോ എന്ന് പറയുമായിരുന്നു. ഇത് ഞാൻ ശരിയാക്കി തരാം. മോഹനേട്ടൻ ധൈര്യമായിട്ടിരിക്കൂ. ശരിയാക്കി തരാം. പറഞ്ഞതിലൊരു ദുസൂചന ഇല്ലേ? പോയാ? നീ എന്താ പറഞ്ഞിട്ട് പോന്നത്? എന്താണ്? ശരിയാക്കി തരാം എന്ന്. എന്ന് വെച്ചാ ഈ മീനൊക്കെ എടുത്ത് വെട്ടി മുറിച്ച് നല്ല കൊടംപുളിയൊക്കെ ഇട്ട് അസലായിട്ട് മീൻകറി വെച്ച് ശരിയാക്കി തരാമെന്ന്. എന്താ മോനട്ട് അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ആകാവൂ. അങ്ങനെ ആകും. മോഹനട്ടൻ പോയി പത്രത്തിലെ ബാക്കിയുള്ളതും കൂടെ വായിച്ചു തീർക്കി. 20 മിനിറ്റിനുള്ളിൽ ഈ മീൻകറി ഞാൻ ശരിയാക്കി തന്നിരിക്കും. എന്താ? ഒന്നുമില്ല. എന്നുവെച്ചാല്
ഓ ഹലോ സുലൈമാനിക്ക എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത് ഞാൻ അറിഞ്ഞ്. നമ്മളെ ഗവനിച്ചൊന്നും ഇല്ല. അതെയോ? അയ്യോ ഇന്ന് തന്നെ സ്ഥലം വളക്കണമെങ്കിൽ പാടാ. സുലൈമാനിക്കയ്ക്ക് മോഹനേഷ് സാറിന്റെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമ്മതിക്കൂല. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ മോഹനേഷ് സാറിനെ കണ്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓ ശരി 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 ശരി. ഇന്ന് തന്നെ സ്ഥലം വളക്കണമെന്ന് പറഞ്ഞ സാറിനെ ചീത്ത വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തായി ഭാമേ? എന്താവാൻ? നല്ല 1ാം ക്ലാസ് കറിയല്ലേ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. മോഹനോട് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എങ്ങനെയുണ്ട്? അതിറങ്ങണില്ല. വിജയന്റെ ഹോട്ടലിന്റെ അത്രയും നന്നായിട്ടില്ല. എന്നാലും മോശമല്ല. നമുക്കറിയാവുന്ന കണക്കല്ലേ എല്ലാം ചെയ്യാൻ പറ്റൂ. സാറേ ഉത്തമനാണല്ലോ തുടങ്ങുന്ന എവിടെ? വില്ലാഫീസർക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ശിവദാസ് ചേട്ടൻ ഒന്നിങ്ങ് വന്നോട്ടെ. കഴിഞ്ഞ തവണ വന്നപ്പോ എന്നെ ചീത്ത പറഞ്ഞതിനുള്ള ശിക്ഷ 1ാമത്തേത്. എന്നോട് പോലും കാണിക്കാത്ത സ്നേഹം മോഹനയുടെ ശിവദാസ് ചേട്ടനോട് കാണിക്കുന്നതിന്റെ ദേഷ്യം 2ാമത്തേത്. രണ്ടും കൂടെ കഴിയുമ്പോഴേക്കും പാവ ശിവദാസ് ചേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറേ നമ്മുടെ സുലൈമാനിക്ക് പുതിയ സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തു. തോമസ് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 20 സെന്റ് ഭൂമിയെ സാറേ ആ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് അതാണ് വാങ്ങിയത്. അതുകൊണ്ട് അല്ല ആ സ്ഥലം ഒന്ന് അളന്ന് തിരിച്ചു കൊടുക്കാമോന്ന് എന്റെ അടുത്ത് ഫോൺ വിളിച്ച് ചോദിച്ചു. മോഹനയുടെ സാർ അളന്നാലേ സുലൈമാനിക്കയ്ക്ക് വിശ്വാസം ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് സാറിന് സമയം കിട്ടുമെന്ന് ചോദിച്ചു. ഇല്ല, ഇന്ന് എനിക്കൊരു അതിഥിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോരും. സ്ഥലം വളക്കുന്ന കാര്യം നാളെ ആലോചിക്കാം എന്ന് പറയും. മതി 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 മതി, നാളെ മതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ സാറേ. ശരി. നമസ്കാരം വക്കീലേ. വക്കീലോട് ഉണ്ടായിരുന്നോ? മോഹനേഷ് സാർ പറഞ്ഞു വക്കീലിന് അടുക്കളയിൽ ഭയങ്കര തിരക്കാണെന്ന്. ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. പക്ഷെ ഉത്തമൻ വിചാരിക്കുന്നത്ര ഭയങ്കര തിരക്കിലല്ല. തിരക്ക് ശരിക്കും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഉത്തമ. അതെന്താണ് വക്കീലെ അർത്ഥം വെച്ചൊരു സംസാരം? ഒന്നുമില്ല, കാണാൻ പോകുന്ന പൂരം നമുക്ക് പറഞ്ഞറിയിക്കണ്ടല്ലോ. മോഹനേട്ടന്റെ വില്ലിച്ചന്റെ മോൻ ശിവദാസ് ചേട്ടൻ കുറച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. ഓ അതാണ് സാറ് പറഞ്ഞതൊരു അതിഥി ഉണ്ടെന്ന്. അതിഥി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മേനക്കെട്ട മനുഷ്യൻ. കഴിഞ്ഞ തവണ അങ്ങേര് വന്നപ്പോ ഞാൻ നല്ല 1ാന്തരം ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തതാ. അത് വയറ് നിറയെ വലിച്ചു വാരി തിന്നിട്ട് അങ്ങേര് പറഞ്ഞെന്താന്നറിയോ ഉത്തമന്? എന്താണ്? ശിവദാസ് ചേട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. 2.5 കിലോയുടെ കോഴിയിറച്ചി ഉണ്ടായിരുന്നു. അത് മുഴുവൻ തീർത്തിട്ട് എഴുന്നേറ്റ് പോരുള്ളൂ എന്ന് തോന്നുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കണക്ക് പറയരുത്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഏട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കറി? കോഴിക്കറി തിരക്കിടില്ല. പക്ഷെ ഭാമേ, കോഴിക്കറി ആവുമ്പോ കുറച്ച് എരിവ് കൂടുതൽ വേണം. മുളക് പൊടിയുടെ കാര്യത്തിൽ ഒട്ടും പിശിക്കരുത്. സാധാരണ ഇവിടെ കറി വെക്കുമ്പോ ഇത്ര മുളക് പൊടി ഇടാറുള്ളൂ. അതാ. എരിവിന്റെ കാര്യം പോട്ടെ, കറിക്ക് ഉപ്പ് തീരെ കുറവായിരുന്നു. ഉപ്പില്ലാത്ത കറിക്ക് എങ്ങനെയാ രുചി കുറഞ്ഞു അല്ലേ? നീ പാചകത്തിന്റെ കാര്യത്തില് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കരുത്. അല്ലാതെ കഴിച്ചു കഴിഞ്ഞിട്ട് എരിവില്ല, ഉപ്പില്ല എന്നുള്ള സകലമായ കുറ്റങ്ങളല്ലോ പറയേണ്ടത്. ചില ആൾക്കാർ അങ്ങനെ തന്നെയാണ് വക്കീലെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്നേ. ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തോടുകൂടി ആ സ്വഭാവം ശിവദാസ് ചേട്ടൻ നിർത്തും. വക്കീൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യമേ ഞാൻ പറഞ്ഞല്ലേ ഉത്തമ,
കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണോന്ന്. ഇന്ന് ഇവിടെ വല്ലതും ഒക്കെ നടക്കും. വക്കീൽ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഇവിടെ ചിലത് നടക്കും. ആ സത്യഭാമേ, നീ കൊള്ളാം. ഇനിയാണ് നിന്നിൽ എന്റെ വക ചില കലാപരിപാടി കൂടെ നടത്താൻ പോകുന്നത്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം വെട്ടി വിഴുങ്ങിട്ട് അതിന് കുറ്റം പറയുന്ന സ്വഭാവം ശിവദാസ് ചേട്ടൻ ഇന്നത്തോടെ നിർത്തണം. അതെന്താ ചെയ്യണ്ടേ? കോഴിക്കറി തിരക്കേടില്ല. പക്ഷെ ഭാമേ, കോഴിക്കറി ആവുമ്പോ കുറച്ച് എരിവ് കൂടുതൽ വേണം. മുളക് പൊടിയുടെ കാര്യത്തിൽ ഒട്ടും പിശിക്കരുത്. ഇത്തവണ ശിവദാസൻ ചേട്ടൻ എന്തായാലും എരിവ് കുറവാന്ന് പറയാൻ പാടില്ലല്ലോ, അല്ലേ? മുളക് കൂടി തീർന്നാൽ എന്താ? ഇനി എന്ത് വേണം? എരിവിന്റെ കാര്യം പോട്ടെ, കറിക്ക് ഉപ്പ് തീരെ കുറവായിരുന്നു. ഉപ്പില്ലാത്ത കറിക്ക് എങ്ങനെയാ രുചി കുറഞ്ഞ രുചി? അത് ന്യായമാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഒരു സാധനം എങ്ങനെ കഴിക്കാൻ പറ്റുക? പാവ ശിവദാസേട്ടൻ, ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ശ്ശോ. പ്രേമിന്റെ കാഴ്ചപോയാലെന്താ? ഒരു പ്രതികാരം ചെയ്യാൻ ദൈവമായിട്ട് അവസരം ഉണ്ടാക്കി തരുമ്പോ അത് നമ്മളെ കളയാൻ പാടില്ല. ഭാമേ, എന്തായി? കറി തയ്യാറായോ? എപ്പോഴേ റെഡി. നല്ല ഒന്നാം തരം അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഈ മീൻകറിയും കൂടെ കൂട്ടി രാവിലത്തെ ഭക്ഷണം. അതൊരൊന്നൊന്നര ഭക്ഷണം ആയിരിക്കുമല്ലോ. രാവിലത്തെ ഭക്ഷണം മിക്കവാറും കഴിച്ചിട്ടായിരിക്കും വരുന്നത്. ഉച്ചയൂണാണ് പ്രധാനം. രാവിലെ കഴിക്കുന്നില്ല, പ്രശ്നമില്ല, ഉച്ചയ്ക്ക് കഴിച്ചോളുമല്ലോ. അല്ല, രാവിലെ കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്കും അത് തന്നെ കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ പറയായിരുന്നു. അതിന് കുഴപ്പമില്ല. വരുന്നയാൾ ആരാണ് എന്ന് നിനക്കറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതൊക്കെ എനിക്കറിയാം, ശിവദാസൻ ചേട്ടനല്ലേ. നിന്നോട് ആര് പറഞ്ഞു? മോഹനേട്ടന് അത്രയും ഓർമ്മയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം ഓർമ്മയൊക്കെ ഉണ്ട്. ശിവദാസൻ ചേട്ടൻ വരുന്ന കാര്യം മോഹനേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോ പറഞ്ഞു. ആ കൊള്ളാം, ഇപ്പൊ വന്നു മറവ് മുഴുവൻ മോഹനേട്ടനായോ? പറഞ്ഞൂന്ന്. നീ ആ കറി അല്പം എടുക്കോ, ഞാൻ അല്പം രുചിച്ച് നോക്കട്ടെ. അത് വേണ്ട, അത് വേണ്ട, വേണ്ട, ശരിയാവില്ല. അടുക്കള ചില രീതികളൊക്കെ ഉണ്ട്. എപ്പോഴും വന്ന് ഒരു സാധനം രുചി നോക്കിയിട്ടുണ്ടെങ്കിലേ അതിന് രുചി കുറഞ്ഞു പോകും. രുചി നോക്കാൻ ഒരു സാധനം വെച്ചിട്ടുണ്ടാക്കുന്ന എങ്ങനെ ഭാമേ? വെച്ചുണ്ടാക്കുന്ന ഞാനല്ലേ, ഞാൻ നോക്കിയാൽ കുഴപ്പമില്ല. പക്ഷേ അടുക്കളയുടെ പുറത്തുള്ള ആളുകൾ രുചി നോക്കി അഭിപ്രായം പറയരുത് എന്നാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. മോനോട് പോ, നമുക്ക് ശിവദാസേട്ടൻ വരുന്നവരെ അപ്പുറത്ത് പോയിരുന്ന് സംസാരിക്കാം. നടക്ക്. ഞാൻ കുറച്ച് നോക്കിയിട്ട്. ഇല്ല, നടക്ക്. ഇരിക്കേ. അതെ, ആ നെയ്മിനെ എത്ര രൂപ
കൊടുത്തേ? ഉം, അല്ല, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. 750 രൂപ. 750 രൂപ കൊടുത്ത് നെയ്മീൻ വാങ്ങുന്ന ഒരു ദൂർത്തല്ലേ മോഹനേട്ടാ? സാഹചര്യങ്ങൾക്കനുസരിച്ചാണല്ലോ നമ്മൾ പൈസ ചെലവാക്കുന്നത്. ആഹാ. വീട്ടിലൊരു അതിഥി വരുമ്പോൾ അതിഥിക്കനുസരിച്ച് വേണം നമ്മൾ പൈസ ചെലവാക്കാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉം, മോഹനേട്ടന്റെ ബന്ധുക്കളാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അത് വിശേഷപ്പെട്ട ആള്. അയാൾക്ക് കൊടുക്കാൻ 750 രൂപ കൊടുത്ത് നെയ്മീൻ വാങ്ങാം. ഉം. എന്റെ ബന്ധുക്കളാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അത് മോശപ്പെട്ട ആളുകള് ഒന്നും കൊടുക്കാതെ പറഞ്ഞും വിടാം. നിന്റെ ബന്ധുക്കൾ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. ഉണ്ടല്ലോ. ആ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മോഹനേട്ടൻ ഭയങ്കര ഓർമ്മശക്തിയാണ്. ഞാനും ആ കാര്യത്തിൽ അത്ര മോശമല്ലാന്ന്. കഴിഞ്ഞ മാസം കേശവനമാവൻ വരുന്ന കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്നോട് പറഞ്ഞെന്താന്ന് ഓർമ്മയുണ്ടോ? ഞാനെന്ത് പറഞ്ഞു? മോഹനേട്ടന് ഓർമ്മ കാണൂല, ഞാൻ പറഞ്ഞു തരാം. മോഹനേട്ടാ, ഉം, ഈ കേശവനമാവനെ അടുത്ത ആഴ്ച ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അല്ല, ഈ എത്ര നാളുകൂടിയാ കേശവമാവൻ വരുന്നേ? നല്ല ഒന്നൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കണം. ചിക്കൻ കറിയും നെയ്മീൻ കറിയും മട്ടൻ കറിയും ഒക്കെ കേശവനമാവന് ഭയങ്കര ഇഷ്ടം മോനട്ടാ. അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളും കാണും. അതിന്റെയൊക്കെ പേരിൽ ചിലവാക്കാൻ എന്റെ കൈ പൈസയില്ല. ഇവിടെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ കഴിക്കുന്നത് കഴിച്ചോളണം. അല്ലാതെ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നു കരുതി സദ്യ ഉണ്ടാക്കണം നോക്കണ്ട. 10 പൈസ ഞാൻ മുടക്കില്ല. അറിയോ? ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ മോഹനേട്ടന്? അതൊക്കെ വെറുതെ ഞാൻ തമാശക്ക് പറയുന്നതല്ലേ. തമാശ പറയുന്ന ആരെങ്കിലും കാര്യം എടുക്കൂ? അതെങ്ങനെയാ മോഹനേട്ട തമാശയാവുന്നത്? കേശവനമ്മാവൻ നെയ്മീൻ കഴിക്കേണ്ട കാര്യമില്ല എന്ന് മോഹനേട്ട പറഞ്ഞു. പക്ഷേ കേശവ വന്നില്ലല്ലോ. വരാതിരുന്നത് എന്റെ ഭാഗ്യം. വന്നിരുന്നെങ്കിലോ? വക്കീലായ മരുമകളെ കാണാൻ വന്ന കേശവനമ്മാവൻ ഒരു ചായയും ഒരു ഏത്തപ്പഴവും കഴിച്ച് തിരിച്ചു പോയി ആ കാര്യം നാട് മുഴുവനും പറഞ്ഞേനെ. അതോടെ എന്റെ മാനം പോലായിരുന്നു. അതൊക്കെ പഴയ കാര്യമല്ലേ. ഇപ്പൊ പറഞ്ഞ കാര്യം എന്താ? ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ചില പുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോ മോഹനേട്ടൻ എന്നോട് ചില പുതിയ കാര്യങ്ങൾ ചോദിക്കാൻ തോന്നും. ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള എന്റെ മറുപടിയാണ് ഇപ്പോ മോഹനേട്ടൻ ഈ കേട്ടോണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല. കണ്ടറിയേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു തന്നെ അറിയണം. അതല്ലേ നല്ലത്. ആഹാ, വന്നല്ലോ ശിവദാസൻ ചേട്ടൻ. ചെല്ലു, പോയി വിളിച്ചോണ്ട് വരും. പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് വന്നതെങ്കിൽ അതങ്ങ് വിളമ്പിക്കൊടുത്ത് തുടങ്ങാലോ. എന്താ മോനോട്ടൻ മുഖത്തൊരു സംശയം? ഞാൻ പോണോ ശിവദാസ് ചേട്ടനെ ആനയിച്ചു കൊണ്ടുവരാൻ? ശരി, ഞാൻ പോവാം. താല്പര്യമൊക്കെ ഇട്ട്. ഓക്കെ, പോയിട്ട് വരാം. പൂവിട്ട് തന്നെ സ്വീകരിക്കാം. ഹായ് കേശവനമ്മാവൻ. കേശവനമ്മാവൻ അല്ല, ഇതെന്താ അമ്മാവ ഒരു മുന്നറിയിപ്പില്ലാതെ? കഴിഞ്ഞ മാസം വരാന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വന്നില്ലല്ലോ. അന്ന് വേറെ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ പരാതി തീർക്കാനല്ലേ ഇന്ന് ഞാൻ വന്നത്. എന്നാലും അമ്മാവൻ വരുന്നതിന് മുന്നൊന്ന് വിളിച്ചില്ലല്ലോ. വിളിച്ചിരുന്ന് ഞാനൊരു ഗംഭീര സദ്യ ഒരുക്കി വെച്ചേനെ. സാരമില്ല, ഇനി സമയമുണ്ടല്ലോ. ഇന്നൊരു ദിവസം ഞാൻ കോടതി പോകുന്നില്ല. ഞാൻ വിളിച്ചു പറഞ്ഞില്ലെന്ന് ആര് പറഞ്ഞു? ഇന്നലെ ഞാൻ മോഹനേഷനെ വിളിച്ച് കാര്യം പറഞ്ഞതാ. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വിളിച്ചപ്പോ ആരും ഫോൺ എടുത്തില്ല. നിന്റെ മൊബൈൽ നമ്പർ ആണെങ്കിൽ എനിക്ക് അറിയാൻ മേലായിരുന്നു. അതുകൊണ്ട് മോഹനേഷൻ ആഫീസിലേക്ക് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. ഇന്ന് ടൗണിൽ വന്നിറങ്ങിയപ്പോ തന്നെ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ വന്ന കാര്യം പറയുകയും ചെയ്തു. അവനാ പറഞ്ഞത്, ഓട്ടോ വിളിച്ചൊന്നും പൈസ കളയണ്ട, ബസ്സിൽ കയറി വന്നാ മതിയോ. അത് അമ്മാവനാണോ വിളിച്ചത്? അതെ. മോഹനേഷ് ഒന്നും പറഞ്ഞില്ല. അമ്മാവനാണ് വിളിച്ചതെന്ന് പറഞ്ഞില്ല. ഒരു വിരുന്നുകാരനുണ്ടെന്ന് മാത്രമേ പറഞ്ഞു. വരുന്നത് അമ്മാവനാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഇപ്പൊ മനസ്സിലായല്ലോ വന്നത് ഞാനാണെന്ന്. അല്ല, ഞാൻ വന്നിട്ടൊന്ന് കേറിയിരിക്കാൻ പോലും നീ പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി? യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. അമ്മാവൻ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ? ഇല്ല, എനിക്ക് ഈ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം തീരെ പിടിക്കത്തില്ല.
ആ കാര്യത്തിൽ ഞാൻ നിന്നെ പോലെ തന്നെയാ. പിന്നെ ഞാൻ വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് പാമ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന എനിക്ക് അറിയാമല്ലോ. പിന്നല്ലാതെ നല്ല ഒന്നാം തരം അപ്പവും നെയ്മീൻ കറിയല്ലേ ഭാമ രാവിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആണോ? എങ്കിൽ പിന്നെ ഞാൻ ഒന്ന് കുളിച്ചിട്ട് ദാ വരുന്നു. എവളുണ്ടാക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക രുചിയാ. അത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. എങ്ങനെയുണ്ട് ബുദ്ധി? വരുന്നത് കേശവനമ്മാവനാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ ഈ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. കഴിഞ്ഞ തവണ കേശവനമ്മാവൻ വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തോ തമാശ പറഞ്ഞത് നീ കാര്യമായിട്ട് കരുതില്ലേ? ഞാൻ അന്ന് പറഞ്ഞത് തമാശയായിരുന്നു എന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. എന്തുപറ്റി അമ്മേ? എനിക്കൊരു അബദ്ധം പറ്റി. വരുന്നത് ശിവദാസൻ ചേട്ടനാണെന്ന് ഓർത്ത് ഞാൻ ആ മീൻകറി കൊറേ മുളക് പൊടി ഉപ്പും മാറിയിട്ടു. കേശവനമ്മാവൻ അത് കൊടുക്കാൻ പറ്റും. ഇനി എന്ത് ഞാൻ ചെയ്യും? ഈശ്വര, 750 രൂപയുടെ നെയ്മീൻ. എനിക്കൊരു അബദ്ധം പറ്റിയത്. ഇനി എന്നെ വഴക്ക് പറയരുത് പ്ലീസ്. പക്ഷെ ഈ കേശവമാവൻ കുളിച്ചിട്ട് വരുമ്പോ ഇനിയിപ്പോ എന്തെടുത്ത് കൊടുക്കും? അത് പിന്നെ മോനേട്ടൻ പറഞ്ഞില്ലേ വിജയന്റെ ഹോട്ടലിലെ മീൻകറിക്ക് നല്ല ടേസ്റ്റാന്ന്. ഉത്തമനെ വിളിച്ച് കറി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞല്ലോ. സോറി, പറ്റിപ്പോയി. വിജയന്റെ കടയിലെ മീൻകറിക്ക് 75 രൂപ വില. അയ്യോ, 75 രൂപയെക്കാട്ടിലും വലുത് മാനവല്ലേ. പൈസ പോട്ടല്ലേ പ്ലീസ്. പോട്ടെ. അല്ല ഇപ്പൊ എന്ത്? വെളുക്കാൻ തേച്ചത് പാണ്ടായെന്നോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നോ ഒക്കെ പറയാവുന്ന സാഹചര്യമാണ്. വില്ലേജ് ഓഫീസറുടെ മനസ്സിലിരിപ്പ് ശരിയായി മനസ്സിലാവാതെ പോയതിന്റെ ശിക്ഷയാണ് വക്കീലിന് കിട്ടിയത് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.